ചില സംശയങ്ങൾ മനസ്സിൽ വീണാൽ അതൊരു കാട്ടുതീ പോലെയാണ്. ഉള്ളിലെ സമാധാനം മുഴുവൻ അത് കത്തിച്ചു കളയും. സുഭദ്രയുടെ മനസ്സിലും അങ്ങനെ ഒരു സംശയത്തിന്റെ വിത്ത് വീണിട്ട് ദിവസങ്ങളായി. ഇവളിത് ദിവസവും ഉച്ചയ്ക്ക് ആരും കാണാതെ ചോറ്റുപാത്രം എടുത്ത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? എന്റെ മോനുണ്ടാക്കുന്ന പൈസയൊക്കെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കാൻ പോവുകയാണോ? എനിക്കിവളെ ഒട്ടും വിശ്വാസമില്ല. ഇത് സുരേഷ്, സുഭദ്രാമ്മയുടെ മകനാണ്. സുരേഷ് ജോലി കഴിഞ്ഞു വരുന്നതാണ്. സുഭദ്രാമ്മ സങ്കടവും ദേഷ്യവും കലർന്ന മുഖത്തോടെ അവനോട് സംസാരിക്കുന്നു. അമ്മേ. മോനെ സുരേഷേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. നിന്റെ ഭാര്യ കവിതയുണ്ടല്ലോ, അവൾ ഉച്ചയാകുമ്പോൾ ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ചോറ്റുപാത്രത്തിൽ വീട്ടിൽ ആഹാരവും കൊണ്ടാണ് ഈ പോക്ക്. അമ്മ എന്താ ഈ പറയുന്നേ? കവിത അങ്ങനെ ചെയ്യുവോ? അമ്മയ്ക്ക് അവളോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? ചോദിച്ചാൽ അവൾ സത്യം പറയുമോടാ? നമ്മളെ പറ്റിക്കുകയാണ് അവൾ. നാളെ നീ ജോലിക്ക് പോകണ്ട. അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് കൈയോടെ കണ്ടുപിടിക്കണം. പതിവ് പോലെ പിറ്റേ ദിവസവും കവിത ചോറ്റുപാത്രവുമായി വേഗത്തിൽ നടക്കുന്നു. പുറകിൽ കുറച്ചു ദൂരെ മാറി സുഭദ്രയും സുരേഷും അവളെ പിന്തുടരുന്നു. സുരേഷിന്റെ മനസ്സിലും സംശയം നിഴൽ വീഴ്ത്തി. കവിത ചെന്നെത്തുന്നത് ഇടവഴികൾ താണ്ടി ഒരു പഴയ ചെറിയ വീടിന്റെ മുന്നിലേക്കാണ്. കവിത വീടിന് മുന്നിലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് പ്രായമായ ഒരു അപരിചിതനായ ആൾ പുറത്തേക്ക് വരുന്നു. കവിത ആ ചോറ്റുപാത്രം അയാൾക്ക് നേരെ നീട്ടുന്നു. സുരേഷും സുഭദ്രാമ്മയും ഇത് മറഞ്ഞു നിന്ന് കാണുന്നു. എടാ സുരേഷേ, നീ കണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇയാളുടെ അടുത്തേക്കാ അവൾ ദിവസവും വരുന്നത്. ആരാണ് ആ അപരിചിതൻ? കവിത ശരിക്കും വിനോദിനെ ചതിക്കുകയാണോ?